KSU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. ഔദ്യോഗിക വാഹനത്തിൽ പുലർച്ചെ 4 മണിയോടെയാണ് കണ്ണൂരിൽ നിന്ന് തിരിച്ചത്. അതേസമയം KSU പ്രതിഷേധത്തിൽ മർദ്ദനമോ സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ലെന്ന് പോലീസ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിലും ആക്രമണ ദൃശ്യങ്ങളില്ല. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അജീഷ്, അങ്ങനെ ഈ വധശ്രമവാദമടക്കം പൊളിയുകയാണ്. ഇപ്പോൾ സൈബർ സഹാക്കൾ കണ്ടെത്തിയ തെളിവല്ല, പോലീസ് തന്നെ പരിശോധിച്ചുറപ്പിക്കുന്നു ആക്രമണം ഉണ്ടായിട്ടില്ല എന്നല്ലേ? എന്തായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പുലർച്ചെ 4 മണിയോടെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. മന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് ഇന്നലെ തന്നെ മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തിയിരുന്നു. മന്ത്രിയും അങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തത്. പുലർച്ചെയോടെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. തിരുവനന്തപുരത്തേക്ക് പോയെന്നാണ് ഒരു നിഗമനം. എന്തായാലും 4 മണിയോടെ വിട്ടു എന്നുള്ളൊരു ആണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഈ മന്ത്രിക്ക് ഈ മർദ്ദനമോ അല്ലെങ്കിൽ പോലീസിനൊരു സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ലെന്നാണ് നിലവിൽ സിറ്റി ജില്ലാ പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തലായി പുറത്തു വരുന്നത്. സംഭവത്തിൽ ഈ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. നിലവിൽ റെയിൽവേ പോലീസാണ് ഈ കേസെടുത്ത് അന്വേഷിക്കുന്നത്. അതിനാൽ ഈ മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയും മന്ത്രിയും തന്നെ കയ്യേറ്റം ചെയ്തുവെന്ന് പോലീസിനോട് അറിയിച്ചതോടെയാണ് പോലീസ് ഈ 5 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും മാത്രമല്ല ഈ ഗുരുതര വകുപ്പുകൾ, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്നാണ് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഉത്തരമേഖല DIG യതീഷ് ചന്ദ്രയ്ക്ക് ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയിട്ടുള്ള വിവരം. മാത്രമല്ല RPF റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിലും ഈ KSU പ്രവർത്തകർ ആക്രമിക്കുന്ന ആ ഭാഗം ഒന്നും കണ്ടെത്താനായിട്ടില്ല. മന്ത്രി സമരക്കാർക്കെതിരെ തിരിഞ്ഞതോടെ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിനും പോലീസുകാർ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ഈ മന്ത്രിക്കെതിരെ ആക്രമണം നടന്നാൽ അത് പോലീസിന്റെ വീഴ്ചയായി കണ്ട് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് നിലവിൽ റെയിൽവേ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് നിലവിൽ അന്വേഷണം നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രിക്ക് മർദ്ദനമോ സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അജീഷ്, മാത്രമല്ല ഇതിനിടയിൽ വരുന്ന ഒരു സെൽഫി കൂടി ഉണ്ടല്ലോ. ആരോഗ്യ പ്രവർത്തകർ മന്ത്രിക്കൊപ്പം ആശുപത്രിയിൽ നിന്നെടുത്ത സെൽഫി, അതും വിവാദമാകുന്നു. അതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ടാവും. എന്തായാലും സൂപ്രണ്ട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. ഇന്നലെയായിരുന്നു ഈ ആരോഗ്യ പ്രവർത്തകർ ഈ മന്ത്രിക്കൊപ്പമുള്ള സെൽഫി പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇത് പിന്നീട് വിവാദമാവുകയായിരുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് ഈ മന്ത്രി നടത്തിയത്, ആരോഗ്യ പ്രവർത്തകർ നടത്തിയത് ചട്ടലംഘനം ആണെന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ വിവാദം ചർച്ചയാക്കുകയായിരുന്നു. ഈ ICUവിലായിരുന്നു മന്ത്രിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ICUക്കകത്ത് മന്ത്രിയുമായി ഒത്തുള്ള സെൽഫി അത് ചട്ടലംഘനമാണെന്ന് കാട്ടി വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ട് പരിയാരം മെഡിക്കൽ കോളേജിനോട് വിശദീകരണം തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് ഈ ആരോഗ്യ പ്രവർത്തകരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് മന്ത്രിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി മന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു സെൽഫി എടുത്തത് എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.